ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ തലശ്ശേരി കണ്ണൂർ നാട്ടിലെല്ലാം നല്ല ഫേമസ് ആയിട്ടുള്ള പഴനിറച്ചീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മളെ നോമ്പിനെല്ലാം ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പലഹാരമാണ് ഇത്. അപ്പോൾ ഞാനിത് രണ്ട് മാതിരിയിലാണ് കാണിക്കുന്നത്. ഒന്ന് നമ്മൾ പുറമെ അരി ഒട്ടിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയ പഴനിറച്ചതും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ പഴമാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആർക്കേജ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മതി. അതിന് ശേഷം നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പഴം നിറച്ചത് അധികമാർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ പഠിച്ചു വരുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ അധികം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാൽ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പഴം നിറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം പഴുപ്പുള്ളതും പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള പഴമാണ് എടുത്തത്. ഈ പഴം നിറക്കുന്നതിന് നല്ല വലിയ പഴം എടുക്കാൻ നോക്കരുത്. കുറച്ച് ചെറിയ പഴം നോക്കിയിട്ട് എടുക്കുക. എന്നാലും നമുക്ക് നിറക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ് ഈ ചെറിയ പഴമാകുമ്പോൾ. അപ്പോൾ ഞാനിതിൽ 2 എണ്ണം മാറ്റി വെക്കുന്നുണ്ട്. 2 എണ്ണം നല്ല എളുപ്പത്തിൽ നിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള പഴം എങ്ങനെയാണ് നിറക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പഴം എടുത്തിട്ട് അതിന് 3 ഭാഗത്ത് കീറി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. നല്ല ആഴത്തിൽ കീറി കൊടുക്കൊന്നും വേണ്ട, അന്നേരം പിന്നെ പഴം 3 കഷ്ണമായിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെറിയൊരു ആഴത്തിൽ കീറി കൊടുക്കുക. ഇതുപോലെയാണ് ഉണ്ടാകാൻ. ഈ ഒരു ആഴത്തിൽ വേണം നമ്മൾ കീറി കൊടുക്കാൻ. ഇനി ബാക്കിയുള്ള പഴം ഇതുപോലെ ചെയ്തെടുക്കാം. 2 പഴം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പഴമാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പഴം നിറക്കുന്നത് ക്യാമറ ഞാൻ ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2ാമത്തെ പഴമാണ് നിറക്കുന്നത്. ഇതുപോലെ ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പഴം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ പഴം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗം ഒന്ന് ഒട്ടിക്കണം. നമ്മൾ ഫില്ല് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഒറോട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒറോട്ടിക്കെല്ലാം കുഴക്കുന്നില്ല, അതുപോലെ തന്നെ കുഴച്ചിട്ട് എടുത്താണ്. എന്നിട്ട് ഇതുപോലെ ഫുള്ള് കവറാകുന്ന വിധത്തിൽ ഒട്ടിച്ചെടുക്കാം. പിന്നെ ചില നാട്ടിലെല്ലാം ഈ ഒരു അരിക്ക് പകരം മൈദ നല്ല കട്ടിയിൽ കലക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒഴിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെ പൊറോട്ടിൻ്റെ അരി ഇതുപോലെ കുഴച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ വേൽ അതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ അരി ഈ ഒരു പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഫുള്ള് കവറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പഴം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് എല്ലാ പഴവും ഒട്ടിച്ചെടുത്ത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോ പഴം ഇട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ അങ്ങനെ ഒരുപാട് കൂട്ടി കൊടുക്കൊന്നും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളെ പഴയുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ഒട്ടിച്ചെടുത്ത അരി ഉണ്ടല്ലോ, അത് നല്ലോണം മൊരിഞ്ഞാലും ഈ പഴം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ എളുപ്പത്തിലുള്ളൊരു പഴം നിറച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 2 പഴം മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ടില്ല, അത് മുഴുവനായിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കീറി കൊടുക്കൊന്നും വേണ്ട, ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പഴം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ 3 ഭാഗത്ത് കീറി കൊടുക്കുക. നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രമാണ്, നല്ലോണം അതായത് ചൂടാറിയതിന് ശേഷം മാത്രം കീറി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൈയെല്ലാം പൊള്ളിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് നിറക്കാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ 3 ഭാഗത്തും നിറച്ചെടുക്കാം. പഴം നിറച്ചത് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പൂതി വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഞാൻ അധികം ഉണ്ടാക്കൽ. വൈകുന്നേരം നമുക്ക് ചായക്ക് പെട്ടെന്നൊരു കടിയോ ആയല്ലോ ഈ ഒരു രീതിയിലാക്കുന്നതാണെങ്കിൽ. അപ്പോൾ നമ്മൾ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.